സീരീസ് ആണല്ലോ. എങ്ങനെയാ കാസർഗോഡ് എംബസിയെ പറ്റി പറയാനുള്ളത്? അത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീനുകളും ഒക്കെ തന്നെ ഭയങ്കര രസമുള്ള ത്രില്ലറാണ്. മാത്രമല്ല നമ്മൾ ഈ കാസർഗോഡിനെ കുറിച്ച് നമുക്ക് അധികം കാര്യങ്ങൾ അറിയില്ല. അവിടുത്തായിട്ട് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. പിന്നെ അതിൻ്റെ സ്ലാങ്ങും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൽ ഒരു റസാഖ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം തനി കാസർഗോട്ടുകാരനാണ്. അപ്പോൾ കാസർഗോഡ് സ്ലാങ്ങൊക്കെ പഠിച്ച് നമ്മൾ ഡയറക്ടറും കാസർഗോട്ടുകാരനായതുകൊണ്ട് ശരിക്കും നമുക്കത് പഠിപ്പിച്ചു തന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കംപ്ലീറ്റ് എൻ്റർടൈനർ ത്രില്ലറാണ് നമ്മുടെ കാസർഗോഡ് എംബസി. ആദ്യ വെബ് സീരീസ് ആണല്ലോ. ഇപ്പോൾ സിനിമയിൽ നിന്ന് വെബ് സീരീസിലേക്ക് അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു അല്ല, പിന്നെ അങ്ങനെ അഭിനയത്തിൽ അങ്ങനെ വ്യത്യാസം എന്ന് പറയാനല്ല. കാരണം സിനിമ പോലെ തന്നെയാണല്ലോ ഇപ്പോൾ വെബ് സീരീസ്. ഏകദേശം ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ ബോറടിക്കാതെ കാണണ്ടേ, സിനിമ പോലെ തന്നെ കാണണ്ടേ, എന്നാലും ആൾക്കാർ വീണ്ടും വീണ്ടും അടുത്ത എപ്പിസോഡുകൾ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. അഭിനയത്തിൻ്റെ കാര്യത്തിൽ അതൊരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടില്ല. സിനിമ പോലെ തന്നെ ഒരു നമുക്ക് വീട്ടിലിരുന്ന് കാണാം എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. വ്യത്യസ്തമായ ഒട്ടേറെ സീരീസുകൾ സീയിലൂടെ വരുന്നുണ്ട്. അപ്പം സീയുടെ പ്രേക്ഷകരോട് എന്താ പറയാ? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് വെബ് സീരീസ് ഇപ്പോൾ ZEE5 വരുന്നുണ്ട്. ഞാനും കാണാറുണ്ട്. അപ്പോൾ അത് എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിച്ചാൽ ഇനിയും ഇതുപോലെ നല്ല നല്ല സീരീസ് തീർച്ചയായിട്ടും പല ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളൊക്കെ ZEE5 നിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.